അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ചാനലിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ്. അതായത് അപ്ഡേറ്റ് വെച്ചാൽ എൻ്റെ ചാനൽ അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ, യൂട്യൂബിൽ അപ്ഡേറ്റ് അല്ല. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഈ ചാനൽ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ് സെഗ്മെൻറ്റ് എന്നുള്ളത്? എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡിൻ്റെ റിവ്യൂസാണ്, നല്ല ഫുഡാണ്, ഇതാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട് അല്ലേ, ശരിയല്ലേ? ഞാനതല്ല, നമുക്ക് പക്ഷേങ്കിൽ ഫുഡ് പുറത്ത് കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അവർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ആ ഹോട്ടൽ വൃത്തിയുണ്ടോ, അവിടുത്തെ സ്റ്റാഫ് വൃത്തിയുണ്ടോ, നമുക്ക് തരുന്നത് സെർവ് ചെയ്യുന്നത് വൃത്തിയോട് കൂടിയിട്ടാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പം കണ്ണൂരുള്ളൊരു ഫേമസ് ആയ ഒരു ഹോട്ടലിൽ പോയി. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. കണ്ണൂരുള്ളൊരു ഫേമസ് ആയ ഒരു ഹോട്ടലിൽ പോയി. ഭയങ്കര ഫുഡ് ബ്ലോഗേഴ്സ് ഭയങ്കര ഫുഡിനെ കുറിച്ചൊക്കെ അഭിപ്രായമാണ്. ഞാനും നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളാണ്. ഫുഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇന്ന്, അതായത് അവിടെ പോയ സമയത്ത് എനിക്ക് കിട്ടിയ പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റിൽ അവിടെ ഫിഷിൻ്റെ എന്താ പറയുക ഫേമസ് ആയ ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ പ്ലേറ്റിൽ തീരെ വൃത്തി, അതായത് മീനിൻ്റെ ചുവപ്പ് കറിയില്ലേ, മുളക്, അതിട്ട് മുളക് ഇങ്ങനെ പെരകിയിട്ടുണ്ടായിരുന്നു. അവർ തുടച്ചിട്ടാണ് തരുന്നത് പ്ലേറ്റ്. എന്നിട്ട് പോലും അതായത് കഴുകിയിട്ട് കൊണ്ടുവന്ന് പിന്നെയും തുടക്കും. ആ തുടലിൽ കാര്യമൊന്നുമില്ല, അത് ഇങ്ങനെയുള്ളത് കുടുങ്ങിയത് പോണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ അത് കണ്ട് ഞാൻ അവരോട് പറഞ്ഞാൽ അവരുള്ളിൽ പോയിട്ട് ഈ കഴുകുന്നവരെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഹോട്ടൽസ് അടക്കം ഉണ്ട്. അത് ഭയങ്കര ഫേമസാണ്. കണ്ണൂർ ഭയങ്കര ഫേമസ് ആയി ഫിഷിൻ്റെ ഒരു ഹോട്ടലാണ്. എനിവേ, ഞാൻ ഹോട്ടലിൻ്റെ പേര് ഇപ്പം പറയുന്നില്ല. ഇനി മുതലുള്ള കാര്യങ്ങൾ ഇനി ഇതേപോലുള്ള ഹോട്ടൽസിലെ കാര്യങ്ങളിൽ കയറിയിട്ട്, അതായത് ഏതാണ് ഹോട്ടൽ, എന്താണ് ഹോട്ടൽ, അവിടുന്ന് എന്താണ് അനുഭവപ്പെട്ടത്, അവിടുത്തെ ഫുഡിൻ്റെ ഏവറേജ് റിവ്യൂ, ഫുഡ് കാണാൻ കുഴപ്പമുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, ഇതെന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ മെയിനായിട്ട് വൃത്തി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബ്ലീച്ചിൻ്റെ വാട്ടർ ആയിരിക്കും കുടിക്കേണ്ടത്, ബ്ലീച്ച് മണക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് പറയും, ഇവിടെ ബ്ലീച്ച് വാട്ടർ നിങ്ങൾ ആ വെള്ളം കുടിക്കേണ്ട, അല്ലെങ്കിൽ അത് നോക്കുക, ശ്രദ്ധിക്കുക, അവിടെ മിനറൽ വാട്ടർ കുടിക്കുന്നത് അതായിരിക്കും നല്ലതെന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഹോട്ടലിൽ നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പം ഇന്ത്യയിൽ എവിടെയുള്ള ഹോട്ടലും വരാം കേട്ടോ. മെയിനായിട്ടെന്ന് വെച്ചാൽ കേരളത്തിലെ ഹോട്ടൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് ട്രാവൽ ചെയ്യുമ്പം അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഹോട്ടൽ എങ്ങനെയാണ് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ഹോട്ടലിനും പിന്നെ പറഞ്ഞു വെച്ചാൽ ഇപ്പം നമ്മൾ വൃത്തി എന്ന് പറയുമ്പം ഞാനറിയാം, നമ്മൾ 2 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടൽ വേറെയുണ്ട്, സാധാരണ ഹോട്ടൽ വേറെയുണ്ട്, തട്ടുകട ഹോട്ടൽ വേറെയുണ്ട്, തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട്, മീൻസ് തട്ടുകടേനെ ഒരിക്കലും 3 സ്റ്റാർ ആയിട്ട് കമ്പയർ ചെയ്തിട്ടല്ല പറയുന്നത്. തട്ടുകടയിൽ വെച്ചിട്ട് അവരെ ആ ഒരു ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഹൈജീൻ ഉണ്ട്. അത് തട്ടുകടയായാലും ശരി, ബില്ല് ഹോട്ടലായാലും ശരി, മനസ്സിലായി? നമ്മൾ മെയിനായിട്ട് അതാണ് നോക്കുന്നത്. ഓക്കെ, ഒരാൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ ബിഹേവിയർ, അവരെങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്റ്റ് സർവ് ചെയ്ത് കൊണ്ടുവരുന്നത്. സർവ് ചെയ്തെന്ന് വെച്ചാൽ അവർ സർവിങ്ങിൻ്റെ മാനേഴ്സ് അല്ല മെയിനായിട്ട് കേട്ടോ, അതും വേണം, അതും ഞാൻ പറയും. അതല്ലാണ്ട് അവർക്ക് വൃത്തിയുണ്ടോ, ചില ആൾക്കാർ അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇല്ലാക്കിയിട്ടെല്ലാം ദോശയും പൊറോട്ടയെല്ലാം ഇട്ടിട്ട് കൊണ്ടുതരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളടക്കം ഇനി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഈ കണ്ടൻറ്റ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.